2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള എക്കോ വാലി എന്ന് പറയുന്ന ഒരു കിഡിലൻ ത്രില്ലർ മൂവിയാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ത്രില്ലർ സിനിമ മാത്രമല്ല, ഒരുപാട് ട്വിസ്റ്റുകളും പിന്നെ നമുക്കിങ്ങനെ ഫ്രസ്ട്രേഷൻ വരിക എന്നൊക്കെ പറയില്ലേ, അതായത് ഇത് എന്താ ഇങ്ങനെ, ഇതെന്താ തിരിച്ചടിക്കാത്ത, എന്തുകൊണ്ടാണ് ഇങ്ങനെ, അങ്ങനെയൊക്കെ തോന്നൂല നമുക്ക്. പക്ഷേ ലാസ്റ്റ് ആകുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. അങ്ങനത്തെ ഒരു പടമാണ്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ചാനൽ കാണുന്നത്, ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ കഥാനായികയായിട്ടുള്ള കേറ്റിനെയാണ്. പുള്ളിക്കാരിക്ക് ഒരു വലിയ ഫാമുണ്ട്. മാത്രമല്ല കേറ്റ് ഒരു ഹോഴ്സ് ട്രെയിനറും കൂടിയാണ്. കേറ്റിന്റെ ഭാര്യ റൈഡിങ് ചെയ്യുമ്പോൾ ആക്സിഡന്റിൽ പെട്ടിട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒറ്റയ്ക്കാണ് അവൾ ഈ ഒരു ഫാമൊക്കെ നോക്കി നടത്തുന്നത്. അപ്പോഴാണ് വീട് പണിയൊക്കെ ചെയ്യുന്ന ഒരാൾ വന്നിട്ട് നമ്മുടെ കേറ്റിനെ അവരുടെ മേൽക്കൂര ഇരുന്ന് പോയതായിട്ടുള്ള കാര്യം കാണിച്ചു കൊടുക്കുന്നത്. അത് ശരിയാക്കാനായിട്ട് ഏകദേശം $900 വേണമെന്ന് പറയുകയാണ്. അത്രയും കാശ് നമ്മുടെ കേറ്റിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അവളുടെ മുൻ ഭർത്താവായിട്ടുള്ള റിച്ചാർഡിന്റെ അടുത്തേക്ക് ഇപ്പോൾ പുള്ളിക്കാരി എത്തിയിരിക്കുകയാണ്. എന്നിട്ട് കാര്യം പറഞ്ഞു. റിച്ചാർഡിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാമിലി ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും കേറ്റിന് ആവശ്യമായിട്ടുള്ള പണം അപ്പം തന്നെ ചെക്ക് എഴുതിയിട്ട് റിച്ചാർഡ് നൽകി. റിച്ചാർഡ് അപ്പോൾ ഒരു താക്കീത് നമ്മുടെ കേറ്റിന് കൊടുക്കുന്നുണ്ട്. നിന്റെ മകളുണ്ടല്ലോ, ആ കുരിപ്പ് പെണ്ണ്, അവൾ ഇവിടെയും വന്നിരുന്നു പൈസ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ ഒരു ഡ്രഗ് അഡിക്റ്റിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അവൾക്ക് എന്ത് ചെയ്താലും നീ പൈസ കൊടുക്കരുതെന്നും റിച്ചാർഡ് കേറ്റിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പെട്ടെന്നൊരു ദിവസം ഒരു മുന്നറിയിപ്പില്ലാതെ കേറ്റിന്റെ മകളായിട്ടുള്ള ക്ലെയർ, നേരത്തെ പറഞ്ഞ ആ ഒരു കുരിപ്പ് പെണ്ണ്, ഡ്രഗ് അഡിക്റ്റ് മകളായിട്ടുള്ള ക്ലെയർ വീട്ടിലേക്ക് വന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫാമിലെ പണിയെല്ലാം ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. അവൾക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ ഒരുപാട് മോളെ വിളിച്ചിരുന്നു, മോൾ എന്താ ഫോൺ എടുക്കാത്തെ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ക്ലെയർ ഇങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അവളുടെ ഫോൺ അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള റയാൻ തല്ലി പൊട്ടിച്ചെന്നും എനിക്ക് ആരെങ്കിലുമൊക്കെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒന്നുമില്ല, അതുകൊണ്ട് അമ്മയുടെ ഐപാഡ് ഒന്ന് തരുമെന്ന് പറഞ്ഞിട്ട് അവൾ അതിൽ കണക്ട് ആക്കുന്നുണ്ട്, വാട്സപ്പും മറ്റുമൊക്കെ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അമ്മയും മോളും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ അടിച്ചു പൊളിച്ചു. അതിനുശേഷം പെട്ടെന്ന് ഒരു ദിവസം രാത്രി അങ്ങോട്ടേക്ക് ഇവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള റയാൻ കടന്നു വരികയാണ്. റയാൻ എന്നിട്ട് ക്ലെയറിനെ വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നീ എന്ത് ഭാവിച്ചാണ് ആ ഒരു പാക്കേജ് എടുത്തിട്ട് പുഴയിലേക്ക് എറിഞ്ഞത്? അത് എന്റേതല്ല, അത് ജാക്കിയുടെ ആണെന്നൊക്കെ പറയുമ്പോൾ ഇവക്ക് നല്ല പേടിയാവുന്നുണ്ട്. എന്താ മോളെ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് കേറ്റ് അങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും റയാന്റെ കൂടെ ഇറങ്ങി പോവുകയാണ് ക്ലെയർ. എന്താ കാര്യം എന്നൊന്നും അവൾ അവളുടെ അമ്മയടുത്ത് പറയുന്നില്ല. അന്ന് രാത്രി തന്നെ ക്ലെയർ വീട്ടിലേക്ക് വന്നു. സൗണ്ട് കേട്ടിട്ട് നമ്മുടെ കേറ്റ് പോയി നോക്കുമ്പോൾ ബാത്റൂമിൽ ഇവളൊരു ബോധവുമില്ലാതെ ഇരിക്കുന്നതാണ് കേറ്റിന് കാണാൻ കഴിയുന്നത്. അപ്പൊ തന്നെ അവളെ ബെഡിലേക്ക് കൊണ്ടുപോയി ആക്കുന്നുണ്ട്. അടുത്ത ദിവസം ഇവര് ഒരു ലേക്കിലേക്ക് പിക്നിക്കിന് പോവാണ്. അവിടെ ഉണ്ടായിരുന്ന കുട്ടികളോടൊത്തൊക്കെ നമ്മുടെ ക്ലെയർ നല്ല രീതിയിൽ ഇടപഴകുന്നത് കാണുമ്പോൾ നമ്മുടെ കേറ്റിന് ഇവള് മടങ്ങി വരും, ആ ഒരു ഡ്രഗ് അഡിക്റ്റിൽ നിന്നും മാറി അവൾ നല്ലൊരു ജീവിതത്തിലേക്ക് വരും എന്നൊക്കെ ഒരു പ്രതീക്ഷ വരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളെക്കുറിച്ച് കേറ്റ് ക്ലെയറിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയിട്ട് ഇപ്പൊ ആ ഒരു തടാകത്തിലേക്ക് ഇറങ്ങി പോവുകയാണ്. നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ കേറ്റ് അപ്പൊ അവൾക്ക് ഉറപ്പ് കൊടുക്കുന്നു. എന്നിട്ടും എന്താ പ്രശ്നം എന്നൊന്നും ക്ലെയർ അവളുടെ അമ്മയടുത്ത് പറയുന്നില്ല. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലെയർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഫാം ഹൗസിലെ വീട്ടിലിങ്ങനെ കിടക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജാക്കി ലോസൺ എന്ന് പറയുന്ന ഒരുത്തൻ വരുന്നത്. അയാൾ ഒരു ഡ്രഗ് ഡീലർ ആയിരുന്നു. ഈ ചെങ്ങായിയുടെ ഡ്രഗ്സ് ആണ് അവൾ ആ പുഴയിലേക്ക് എടുത്ത് എറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ പണം ചോദിക്കാനാണ് പുള്ളിക്കാരൻ ഇപ്പൊ വന്നിട്ടുള്ളത്. കൂടെ ഇവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള റയാനും ഉണ്ടായിരുന്നു. എന്റെ പൈസ നീ എപ്പോ തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ലെയറിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ജാക്കി. അതും കണ്ടിട്ട് അങ്ങോട്ടേക്ക് കേറ്റ് ഓടി വരുന്നുണ്ട്. എന്റെ മകളുടെ ദേഹത്ത് നീ മാറടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കും. അത് കേട്ടതും ജാക്കി ആണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടാവുകയാണ്. ശേഷം നമ്മുടെ കേറ്റ് ആണെന്നുണ്ടെങ്കിൽ മകളെടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തിനാണ് ഇത്രയും പൈസ, അല്ലെങ്കിൽ നീ ആൾക്ക് എന്തിനാണ് ഇങ്ങനെ ഇത്രയും പൈസ കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും ചോദിക്കുമ്പോൾ അവൾ അതിൽ നിന്നും ആ ഒരു ചോദ്യങ്ങളിൽ നിന്നൊക്കെ അവൾ തെന്നി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. കേറ്റ് രാത്രി വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും വീണ്ടും റയാന്റെ കൂടെ നമ്മുടെ ഈ ക്ലെയറിനെ അവൾ കാണുന്നുണ്ട്. വീട്ടിലേക്ക് നമ്മുടെ കേറ്റ് കയറിയപ്പോൾ തന്നെ മകളായിട്ടുള്ള ക്ലെയർ അങ്ങോട്ടേക്ക് വന്നിട്ട്, അമ്മേ ഞാനൊരു വലിയ പ്രശ്നത്തിൽ പെട്ട് കിടക്കുകയാണ്, എനിക്ക് കുറച്ച് പൈസ തരണമെന്ന്. അപ്പം തന്നെ നമ്മുടെ കേറ്റ് പറയുന്നുണ്ട്, നിന്റെ ഒരു പരിപാടി എൻ്റെ അടുത്ത് നടക്കില്ല, എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല, നടക്കില്ല എന്ന് പറയുമ്പോൾ ഇവളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കരഞ്ഞു മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബാഗും എടുത്തുകൊണ്ട് നമ്മുടെ കേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു റൂമിൽ കയറി വാതിലടച്ചു. നമ്മുടെ ഈ മകളായിട്ടുള്ള ഈ കുരിപ്പ് പെണ്ണാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വാതിലിന് മുട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇവക്കൊരു നിക്കക്കള്ളില്ല എന്ന് കണ്ടപ്പോൾ ഇവളാണെന്നുണ്ടെങ്കിൽ കേറ്റിന് പ്രിയപ്പെട്ട ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. ആ ഒരു പട്ടിക്കുട്ടിനെ ഞാൻ തട്ടിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ അതിനെ പട്ടിണി കിട്ടി ഞാൻ കൊല്ലും, മര്യാദയ്ക്ക് എൻ്റെ പൈസ എന്നൊന്ന് പറഞ്ഞിട്ട് ഇവളുടെ ബോയ് ഫ്രണ്ടിനോട് ആ പട്ടിക്കുട്ടിനെ പിടിക്കാൻ പറയുമ്പോൾ നമ്മുടെ കേറ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ഡോറോടെ പുറത്തേക്ക് വന്നിട്ട് ആ ഒരു പട്ടിക്കുട്ടീനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഇവളാണെന്നുണ്ടെങ്കിൽ ഇവളുടെ അമ്മേനെ, സ്വന്തം അമ്മേനെയും തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും നടക്കില്ല എന്ന് കണ്ടപ്പോൾ റയാനും ഈ ഒരു കുരിപ്പ് പെണ്ണും അവിടെ നിന്ന് കാറും എടുത്ത് പോവാണ്. സ്വന്തം മകളിൽ നിന്നും ഇങ്ങനൊരു പ്രവൃത്തി നമ്മുടെ കേറ്റ് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അന്ന് അവൾ വൈകിയാണ് എഴുന്നേറ്റത്. അന്നത്തെ ദിവസം തന്നെയാണ് കേറ്റിന്റെ കൂട്ടുകാരിയായിട്ടുള്ള ജെസ്സി വീട്ടിലേക്ക് വരുന്നത്.
ജെസ്സിയും കേറ്റും ഭയങ്കര ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. നടന്ന ഒരു കാര്യവും നമ്മുടെ ജെസ്സിയുടെ അടുത്ത് കേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവളുടെ ആ ഒരു ഡ്രഗ് അഡിക്റ്റ് ഇപ്പോഴും ഉണ്ടോ എന്നൊക്കെ നമ്മുടെ ജെസ്സി കേറ്റിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതിപ്പോഴും ഉണ്ട്. അവളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ആ തെറാപ്പി സെക്ഷനും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ക്ലാസ്സുകളും അവൾ സ്കിപ്പ് ചെയ്യാറുണ്ട്. കേറ്റിന് എന്തൊക്കെയോ വിഷമങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ജെസ്സി ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇന്നത്തെ ദിവസം ഇവിടെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അന്നത്തെ ദിവസം കള്ളൊക്കെ കുടിച്ച് നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ ചെയ്ത് കിടന്നുറങ്ങുന്നുണ്ട്. രാവിലെ കേറ്റി എഴുന്നേറ്റ് നോക്കുമ്പോൾ ജെസ്സി പോയിട്ടുണ്ടായിരുന്നു. അവൾക്കായിട്ട് ഒരു കുറിപ്പും അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എന്ത് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മറക്കരുതെന്ന്. ഇവിടെ ഹോഴ്സ് റൈഡിങ്ങിനായിട്ട് ഒരുപാട് കുട്ടികളൊക്കെ വരും, അതിന്റെ അമ്മമാരൊക്കെ വരാറുണ്ട്. അവരൊക്കെ കാണുമ്പോൾ നമ്മുടെ കേറ്റിനാണെന്നുണ്ടെങ്കിൽ സ്വന്തം മകളെ ഓർമ്മ വരികയാണ്. അന്നത്തെ ദിവസം രാത്രിയായപ്പോൾ നമ്മുടെ ക്ലെയർ വീട്ടിലേക്ക് വരികയാണ്. അവളുടെ ദേഹത്താണെന്നുണ്ടെങ്കിൽ ചോരപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അമ്മ എനിക്കൊരു കുഴപ്പം പറ്റി അമ്മ എന്ന് പറഞ്ഞിട്ട് അവൾ ഒരേ കരച്ചിൽ. എന്താ പറ്റിയെന്ന് കേറ്റി ചോദിച്ചപ്പോൾ അവൾ നടന്ന കാര്യങ്ങളെല്ലാം തത്ത പറയുന്ന പോലെ പറഞ്ഞു. അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള റയാനുമായിട്ട് ഒരു ചെറിയ തർക്കം ഉണ്ടായി. അങ്ങനെ ഇവള് ദേഷ്യം പിടിച്ചപ്പോൾ ഒരു കല്ലെടുത്തിട്ട് അവന്റെ തലക്കടിച്ചു. അതോടുകൂടി അവന്റെ കാറ്റും പോയി. അവന്റെ ഡെഡ് ബോഡിയുമായിട്ടാണ് ഇപ്പൊ ഈ പുന്നാര മോള് വീട്ടിലേക്ക് ഇപ്പൊ വന്നിട്ടുള്ളത്. കാറിന്റെ ഡോറ് തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ശവം കിടപ്പുണ്ടായിരുന്നു. അപ്പൊ തന്നെ കേറ്റിന്റെ സകല കിളിയും പാറിയിട്ടുണ്ട്. വേഗം വീടിന്റെ ഉള്ളിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് മകളുടെ അടുത്ത് അവൾ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങൾ രണ്ടുപേരെയും അവിടെ വെച്ചിട്ട് ആരെങ്കിലും കണ്ടിരുന്നോ? അതായത് ഒരു പാർക്കിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. റയാന്റെ ഫോണ് ക്ലെയറിന്റെ കയ്യിലുണ്ടായിരുന്നു. കേറ്റ് അത് പിടിച്ചു വാങ്ങുന്നുണ്ട്. ശേഷം ആ ഒരു മൃതദേഹം എടുത്തിട്ട് ഒരു കാരവാൻ്റെ ഉള്ളിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ശവത്തിന്റെ മുകളിലായിട്ട് ഒരു സിമെന്റിന്റെ കട്ട വെച്ച് കെട്ടുന്നു. ഈ ബോഡി ഏതെങ്കിലും തടാകത്തിലോ മറ്റോ ഒക്കെ കെട്ടി താഴ്ത്താനായിട്ടാണ് നമ്മുടെ കേറ്റിന്റെ പ്ലാന്. കുറേ ദൂരം മുന്നോട്ടേക്ക് ചെന്നപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവൾ വണ്ടി നിർത്തി. എന്നിട്ട് ഈ റയാന്റെ ഫോണാണെന്നുണ്ടെങ്കിൽ കേറ്റ് ഒരു കല്ലുകൊണ്ട് കുത്തി പൊട്ടിക്കുകയാണ്. എന്നിട്ട് അതെടുത്തുകൊണ്ട് ഒരു കൊക്കയിലേക്ക് ഒരൊറ്റ ഏറ്. ശേഷം അവൾ വീണ്ടും വണ്ടി എടുത്ത് മുന്നോട്ടേക്ക് തന്നെ പോവാണ്. അടുത്തുണ്ടായിരുന്ന ഒരു ലേക്ക് അന്വേഷിച്ചിട്ടാണ് അവളിപ്പോൾ പോകുന്നത്, മാഷ് ക്രീക്ക് ലേക്ക്. അവിടെ എങ്ങും ഒരു മനുഷ്യക്കുഞ്ഞും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ആ ഒരു കാരവാനിൽ നിന്ന് ഒരു ബോട്ട് അവൾ ഇറക്കുന്നുണ്ട്. ശേഷം ആ ഒരു മൃതദേഹം അതിൽ വെക്കുന്നു. എന്നിട്ട് തുഴഞ്ഞ് തുഴഞ്ഞ് ഈ ഒരു കായലിന്റെ നടുഭാഗത്തെത്തിയപ്പോൾ പെട്ടെന്ന് ആരൊക്കെയോ പടക്കം പൊട്ടിക്കുന്നതൊക്കെ അവൾക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ സൗണ്ട് കേട്ട് പേടിച്ചിട്ട് ആ ബോട്ടെ പാടി നമ്മുടെ കേറ്റ് വെള്ളത്തിലേക്ക് മറിഞ്ഞു വീഴാണ്. അതിനോടൊപ്പം തന്നെ ആ ഒരു ശവശരീരം കായലിന്റെ താഴെ തട്ടിലേക്ക് പോകുന്നതും അവൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. വീട്ടിലേക്ക് എത്തിയിട്ടും നമ്മുടെ കേറ്റിന് അന്നത്തെ ദിവസം ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മകളുടെ അടുത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ അവൾ പറഞ്ഞു. അതായത് റയാൻ നമ്മുടെ ഈ ഒരു വീട്ടിലേക്ക് വന്നിരുന്നു, എന്നിട്ട് നീയുമായിട്ട് വഴക്കിട്ടിട്ട് അവൻ ഇവിടെ നിന്ന് പോയി, അത് ഞാൻ കണ്ടിരുന്നു. അങ്ങനെ വേണം പുറത്താരെങ്കിലും ചോദിച്ചാൽ അറിയാനായിട്ട്. മകളായിട്ടുള്ള ക്ലെയർ അപ്പോൾ ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ അവൻ്റെ മൃതദേഹം ചെയ്തതെന്ന്. കേറ്റ് കാര്യം പറഞ്ഞു, ഞാൻ ആ ഒരു കായലിൽ അവൻ്റെ മൃതദേഹം കെട്ടി താഴ്ത്തിയിട്ടുണ്ടെന്ന്. അതിനുശേഷം ഇവളാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു പൈസയുടെ കാര്യം പറയാണ്, അതായത് ജാക്കിക്ക് കൊടുക്കാനുള്ള പൈസ. അപ്പോഴേക്കും പുറത്താണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ജാക്കി പൈസയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വീടിന്റെ മേൽക്കൂര നന്നാക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന റിച്ചാർഡ് കൊടുത്ത ആ ഒരു ചെക്ക് മാറിയിട്ട് കേറ്റ് അത് ജാക്കിക്ക് കൊടുക്കുകയാണ്. ജാക്കി അപ്പോൾ കേറ്റിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു വൃത്തികെട്ട മകളുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ അമ്മമാർക്കും വലിയ പാടാണ് അല്ലേ എന്നും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് കേറ്റിന്റെ മകളായിട്ടുള്ള ക്ലെയർ ആ വീട്ടിന്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ കേറ്റ് ഉണർന്നു നോക്കുമ്പോൾ നമ്മുടെ ക്ലെയറിനെ കാണാനില്ല. ഒരു വാക്ക് പോലും പറയാതെ അവിടെ നിന്ന് ക്ലെയർ പോയിട്ടുണ്ടായിരുന്നു. ഈ ഫാമിലെ ജോലികൾ ചെയ്യുമ്പോഴും കുട്ടികളെ ഈ ഹോഴ്സ് റൈഡിങ് പരിശീലിപ്പിക്കുമ്പോഴും ഒക്കെ നമ്മുടെ കേറ്റിന് മകളുടെ ഓർമ്മകളായിരുന്നു മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. മകൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് അവളുടെ ഐപാഡ് എടുത്ത് നോക്കുകയാണ്. അതിൽ ആ ഒരു ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ട് കേറ്റ് ഇപ്പോൾ ക്ലെയർ ഉള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. ക്ലെയർ ഒരു വീടിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ വീട്ടിനകത്തായിട്ട് ക്ലെയറിനെ കാണുന്നുണ്ട്. മാത്രമല്ല അവിടെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് വേസ്റ്റ് ഇടാനായിട്ട് വന്ന റയാനെയും അപ്പോൾ കേറ്റ് കാണുകയാണ്. റയാൻ സത്യത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ഇവർ രണ്ടുപേരും കൂടി നടത്തിയ ഒരു നാടകം മാത്രമായിരുന്നുവെന്ന് അപ്പോൾ നമ്മുടെ കേറ്റിന് മനസ്സിലായില്ല. അപ്പോഴും തന്റെ മകള് പാവാണെന്ന് വിചാരിച്ചിട്ട് മകളോട് പോവല്ലേ, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും മകൾ അവിടെ നിന്ന് അവളെ തട്ടിത്തെറിപ്പിച്ച് പോവാണ്. ശേഷം താൻ കൊണ്ടുപോയിട്ട് ആ ഒരു കായലിലിട്ടിരുന്നത് ആരുടെ ബോഡിയാണെന്ന് അറിയാനായിട്ടാണ് ഇപ്പൊ അവള് നോക്കുന്നത്. ആ ഐപാഡ് എടുത്ത് നോക്കുമ്പോൾ തന്റെ മകള് ആ റയാൻ അയച്ച മെസ്സേജുകൾ മൊത്തം കാണുന്നുണ്ട്. അമ്മ എനിക്ക് വേണ്ടി എന്തും ചെയ്യും, അവളെ കൊണ്ട് ഞാനത് ചെയ്യിക്കും എന്നുള്ള രീതിയിലുള്ള മെസ്സേജുകളൊക്കെ അവൾക്ക് കാണാനായിട്ട് പറ്റി. അടുത്ത ദിവസം തന്നെ നമ്മുടെ കേറ്റ് മാഷ് ക്രീക്ക് ലേക്കിന്റെ ആഴം എത്രയാണെന്നൊക്കെ നോക്കിയതിന് ശേഷം ആ ഒരു ലേക്കിലേക്ക് തെരച്ചിലിനായിട്ട് പോവുകയാണ്. ആരോടും പറയാതെ ഒരു ചെറിയ ബോട്ട് എടുത്തിട്ട് അവള് ആ ഒരു ലേക്കിന്റെ അടിത്തട്ടിലേക്കൊക്കെ പോയി നോക്കിയെങ്കിലും
ആ ശവശരീരം കണ്ടെത്താനായില്ല. ഒരുപാട് തവണ താഴെ തട്ടിലേക്ക് ഡൈവ് ചെയ്ത് പോയി നോക്കിയിട്ട് അവൾ ആകെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് അവിടെ പട്രോളിംഗ് നടത്തുന്ന ഒരു ഓഫീസർ വരുന്നത്. അയാളാണെന്നുണ്ടെങ്കിൽ കേറ്റിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ കേറ്റ് അയാളുടെ അടുത്ത് കള്ളം പറഞ്ഞു. നിങ്ങൾക്ക് ചിലപ്പോൾ തമാശയായിട്ട് തോന്നാം, എന്റെ ഒരു കല്യാണ മോതിരം ഇവിടെ കളഞ്ഞു പോയി, അത് ഞാൻ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കിട്ടില്ല എന്നൊക്കെ അറിയാം, പക്ഷെ എന്തൊരു സമാധാനത്തിന് വേണ്ടിയാന്ന് പറയുമ്പോൾ ആ ഒരു ഓഫീസർ അത് വിശ്വസിച്ച് പോയി. തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുള്ള കേറ്റ് ആണെന്നുണ്ടെങ്കിൽ വല്ലാത്ത രീതിയിൽ ഒറ്റപ്പെട്ടതുപോലെ തോന്നുകയാണ്. പണ്ടത്തെ, അതായത് അവളുടെ വൈഫിന്റെ പഴയ വീഡിയോസും മറ്റൊക്കെ എടുത്തു നോക്കുമ്പോൾ അവൾക്ക് കരച്ചിൽ വരുന്നുണ്ട്. ഉടൻ തന്നെ ജെസ്സിയെ, അതായത് അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള ജെസ്സിയെ അവൾ ഫോൺ ചെയ്യുകയാണ്. അപ്പോഴും ജെസ്സിയുടെ അടുത്ത് നടന്ന കാര്യങ്ങൾ മൊത്തമൊന്നും നമ്മുടെ കേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജെസ്സി അപ്പൊ തന്നെ പറഞ്ഞു, നിന്റെ കെട്ടിയും പാണ്ടൊക്കെ എടുക്ക്, അതായത് ഒരു പിക്നിക്ക് അല്ലെങ്കിൽ ഒരു ടൂർ പോകുന്ന രീതിയിൽ നിന്റെ ഈ ഒരു മനസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാവണം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരു ചെറിയ യാത്ര നടത്തുകയാണ്. ഇവരുടെ തന്നെ മറ്റൊരു കൂട്ടുകാരിയും ഒരു വീട്ടിൽ ഇവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം അവർ മൂന്ന് പേരും നല്ല അടിച്ചു പൊളിച്ച് ഇവരുടെ ഈ ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ മാറാനുള്ള രീതിയിലുള്ള പല കഥകളും എല്ലാം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രിയായപ്പോൾ നമ്മുടെ കേറ്റിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ ആ ഒരു ജാക്കി വന്നിരിക്കുകയാണ്. അതായത് അവിടെ കോളിംഗ് ബെല്ല് അടിക്കുന്നതിന് പകരം അവിടെ ആ ക്യാമറയിലൂടെ അവൾക്ക് ഇപ്പോൾ ഈ ഒരു ഫോണിൽ കാണാനായിട്ട് പറ്റും. അതിലൂടെ ഇവനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഭീഷണിപ്പെടുത്തുകയാണ്. മറ്റൊന്നുമല്ല, നീ ആ ഒരു ലേക്കിൽ കൊണ്ടിട്ട ബോഡിനെ പറ്റിയിട്ട് എനിക്ക് അറിയാം, അത് പുറത്തറിയുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പൈസ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം തന്നെ ഈ ജാക്കി ഇപ്പോ നമ്മുടെ കേറ്റിനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല എന്നാണ് കേറ്റ് ഇപ്പോ ജാക്കിയുടെ അടുത്ത് പറയുന്നത്. അതാരുടെ മൃതദേഹമാണെന്ന് കേറ്റ് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഗ്രെഗ് എന്ന് പറയുന്ന ഒരു പയ്യന്റെ ആണെന്ന്. അതായത് ഈ ഗ്രെഗ് എന്ന് പറയുന്ന പയ്യനാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ്. അവനാണെന്നുണ്ടെങ്കിൽ ഓവർഡോസ് ആയിട്ട് തട്ടിപ്പോയതാണ്. അത് മറച്ചു വെക്കാനായിട്ട് ഇവരെല്ലാരും കൂടി ചേർന്ന് നടത്തിയ ഒരു നാടകം മാത്രമാണ് ഈ കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും. കേറ്റ് പൈസ തരില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞതോട് കൂടിയിട്ട് നമ്മുടെ ഈ ജാക്കി ആണെന്നുണ്ടെങ്കിൽ ഒരു സിറിഞ്ച് എടുത്തിട്ട് ഒരു ഡ്രഗ് അവളിലേക്ക് ഇൻജെക്ട് ചെയ്യുകയാണ്. എന്നിട്ട് അവൻ അവളെ കൊണ്ട് അത് അനുസരിപ്പിക്കുകയാണ്. അവനൊരു പ്ലാൻ പറയുകയാണ്. എന്താ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവളുടെ ഈ ഒരു ഫാം മൊത്തത്തിൽ വിറ്റിട്ട് എനിക്ക് ആ പൈസ തരണം. പക്ഷെ അതിനൊന്നും നമ്മുടെ കേറ്റ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പൈസ കിട്ടുന്നത് വരെ ജാക്കി ഇവിടെ തന്നെ ഉണ്ടാവുമെന്നാണ് അവനിപ്പോ പറയുന്നത്. അതായത് ഇവരുടെ ആ ഒരു ഫാമിന്റെ മുകളിലായിട്ട് ഒരു ചെറിയ അപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെ തന്നെ അവനിപ്പോ താമസമാക്കിയിട്ടുണ്ട്. ജാക്കി അപ്പൊ മറ്റൊരു പ്ലാൻ പറയുന്നുണ്ട്, അതായത് ഇവരുടെ ഈ ഒരു ഫാം അങ്ങോട്ട് കത്തിച്ച് കളയാന്. അപ്പൊ ആ ഒരു ഇൻഷുറിന്റെ പൈസ കിട്ടുമ്പോ അതെനിക്ക് തന്നാ മതി എന്നാണ് ഇപ്പൊ അവൻ പറയുന്നത്. അടുത്ത ദിവസം തന്നെ നമ്മുടെ കേറ്റ് അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള ജെസ്സിയെ വിളിച്ചിട്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അതായത് അവരുടെ പരിചയത്തിലുണ്ടായിരുന്ന ഒരു ഫാർമർ ഇതേപോലെ ഇൻഷുറൻസിന്റെ തുക തട്ടാനായിട്ട് അയാളുടെ സ്വന്തം ഫാം തീയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അയാളെ പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചിട്ടാണ് ഇപ്പൊ ജെസ്സിയെ നമ്മുടെ കേറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഈ ഒരു പ്ലാൻ ഓക്കെ ആണെന്ന് നമ്മുടെ കേറ്റ് ഈ ഒരു ജാക്കിയുടെ അടുത്ത് പറയുകയാണ്. അങ്ങനെ ഇൻഷുറൻസിന്റെ തുക മാത്രം എനിക്ക് പോരാ, ഇവിടെയുള്ള കുതിരകളെയും ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു കുതിരയ്ക്ക് $25,000 ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരുടെ സ്വന്തമായിട്ട് ആകെയുള്ളത്, നമ്മുടെ കേറ്റിന് സ്വന്തമായിട്ട് ആകെയുള്ളത് 2 കുതിരകളാണ്. ആ ഒരു 2 കുതിരകളെയും നമുക്ക് കത്തിക്കാന്നാണ് ഇപ്പൊ ജാക്കി പറയുന്നത്. അപ്പോഴേക്കും പുറത്ത് അവിടെ ഹോഴ്സ് ട്രെയിനിങ്ങിനായിട്ട് വരുന്ന ഒരു യുവതി ഇവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഞാൻ അറ്റൻഡ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാക്കിയാണ് അവരുടെ അടുത്ത് എന്തെങ്കിലും സഹായം വേണമെന്നൊക്കെ ചോദിക്കുന്നത്. ഏയ് വേണ്ട, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ജാക്കി പറയുന്നുണ്ട് ഞാൻ ഇവിടുത്തെ പുതിയ പണിക്കാരനാണെന്ന്. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഒരുപാട് വൈക്കോൽ കൂനകളൊക്കെ ഈ ഒരു ഫാമിലേക്ക് കൊണ്ടുവന്ന് ഇറക്കി വെക്കുന്നുണ്ട്. ശേഷം അവിടെ മൊത്തം തീയിടാനായിട്ടാണ് ഇവരുടെ പ്ലാന്. അതിനു വേണ്ട സഹായങ്ങളെല്ലാം തന്നെ ജാക്കിയും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്ന് രാത്രിയായപ്പോൾ കുറെ നേരം തന്റെ കുതിരകളോടൊത്ത് ചെലവഴിച്ച കേറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ കേറ്റ് ആണെന്നുണ്ടെങ്കിൽ റോഡ് ഫ്ലെയർ ഉപയോഗിച്ചിട്ട് അവളുടെ ആ ഒരു ഫാം മൊത്തത്തിൽ തീയിടുകയാണ്. ഈ ഫാം കത്തിയപ്പോൾ തന്നെ ജാക്കി അവിടെ നിന്ന് സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം പോലീസ് ഓഫീസർ വന്നു. പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റോഡ് ഫ്ലെയറിന്റെ ഒരു മെറ്റൽ കമ്പോണന്റ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ആരാണ് കത്തിച്ചത് എന്നാണ് ഇപ്പൊ അയാൾ ചോദിക്കുന്നത്. അപ്പൊ ഇവള് പറയുന്നുണ്ട് ഞാൻ എന്തിനാണ് എന്റെ ഫാം കത്തിക്കുന്നത്, ഞാനല്ല ചെയ്തതെന്ന് പറയാണ്. അപ്പൊ ആ അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ ആരാണ് താമസിക്കുന്നത് ചോദിക്കുമ്പോൾ അത് ജാക്കി ആണെന്ന് പറയാണ്. ജാക്കി ആരെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ പുതിയ എംപ്ലോയി ആണെന്ന് പറയാണ്. എന്നാൽ ആ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു കത്തിക്കരിഞ്ഞ മൃതദേഹം കിട്ടിയിട്ടുണ്ടെന്ന് ഇപ്പൊ ഇവളുടെ അടുത്ത് ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയാണ്. ഇവിടുന്നാണ് ഈ ഒരു സിനിമയുടെ കഥ മാറി മറിയുന്നത്. ഞാൻ പറഞ്ഞ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്ന് പറയില്ലേ, ആ ഒരു പോയിന്റ് ഇവിടം തൊട്ടാ തുടങ്ങുന്നത്. അതായത് എല്ലാ തെളിവുകളും ജാക്കിക്ക് എതിരാക്കി മാറ്റുകയാണ്. അതായത് ജാക്കിയാണ് ഈ ഒരു ആളെ കൊന്നത്, ഗ്രെഗിനെ അവിടെ വെച്ച് കൊന്നതെന്നും അതുപോലെ തന്നെ ഈ ഒരു ഫാം തീയിട്ടതും അവനാണെന്നുള്ള രീതിയിലേക്ക് ആക്കി മാറ്റുകയാണ്. അവൻ അവിടുത്തെ ഒരു എംപ്ലോയി മാത്രമാണെന്നും ഒരു ഗ്രെഗ് എന്ന് പറയുന്ന ഒരാളെ എനിക്ക് പരിചയപ്പെടുത്തിയിട്ട് ഒരു പ്രാവശ്യം തന്നിട്ടുണ്ടായിരുന്നെന്നും
നമ്മുടെ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്ത് കേറ്റ് പറയുന്നുണ്ട്. മാത്രമല്ല ഈ റോഡ് ഫ്ലയേഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് കടയിലേക്ക് പോയതിന്റെ ഫൂട്ടേജ് ഒക്കെ ഇപ്പൊ പോലീസിന് കിട്ടിയിട്ടുണ്ട്. ആ ഫൂട്ടേജിൽ മൊത്തമുള്ളത് നമ്മുടെ ജാക്കിയാണ്. അതുമാത്രമല്ല അവിടെ ഹോഴ്സ് ട്രെയിനിങ്ങിന് വരുന്ന ഒരു യുവതിയുടെ അടുത്ത് ഇവൻ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടുത്തെ എംപ്ലോയി ആണെന്ന്. അതും പോരാഞ്ഞ് മറ്റൊരു കെണിയും കൂടി നമ്മുടെ കേറ്റ് അവനിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാസം മാസം എംപ്ലോയി എന്ന രീതിയിൽ പണം അയച്ചിട്ടുണ്ടായിരുന്നു. അതും പോലീസുകാർക്ക് കിട്ടി. ഈ കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ നേരെ ജാക്കിയുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ ജാക്കിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത്, ഇങ്ങനൊന്നുമല്ല നടന്നത്. ആ പുള്ളിക്കാരുടെ മോളാണ് ആ പയ്യനെ കൊന്നത്, ഞാനല്ല. സത്യത്തിൽ നടന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേറ്റ് നല്ല രീതിയിൽ പണി കൊടുത്തു. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ജെസ്സിയെ വിളിച്ചിട്ട് ഇവള് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ആ ഒരു കത്തിക്കണ രാത്രി തന്നെ നമ്മുടെ ഈ ജെസ്സിയും അതുപോലെ തന്നെ കേറ്റും കൂടി പോയിട്ട് ആ ഒരു കായലിൽ നിന്ന് ആ ഒരു മൃതദേഹം എടുത്തു. എന്നിട്ട് നേരെ ഇവന്റെ ആ ഒരു അപ്പാർട്ട്മെന്റിൽ കൊണ്ടുവച്ചു. റോഡ് ഫ്ലെയർ ഉപയോഗിച്ചിട്ട് ആ വൈക്കുൽക്കുനയ്ക്കും അതുപോലെ തന്നെ ഫാമിങ്ങിനും മൊത്തം തീയിട്ടപ്പോൾ തന്നെ അതിൽ ആ ഒരു മെറ്റൽ കമ്പോണന്റ് അവിടെ മനഃപൂർവ്വം അവൾ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമില്ല, അങ്ങനെ ഒരു കമ്പോണന്റ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് മനഃപൂർവ്വം ചെയ്ത കാര്യമാണെന്ന് ഇവർക്ക് പോലീസുകാർക്ക് മനസ്സിലാവുള്ളൂ. ഇതൊരു പോലീസ് കേസ് ആവുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു മൃതദേഹം അവിടെ നിന്ന് കിട്ടുള്ളൂ. അതെല്ലാം കൂടി ഇവന്റെ തലയിലേക്ക് നല്ല സൂപ്പറായിട്ട് വെച്ചു കൊടുക്കും. അങ്ങനെ ജാക്കി ഇപ്പോ കുറ്റക്കാരനായി. അവനെ ജയിലിലേക്കും കൊണ്ടുപോയി. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജെസ്സിയാണ്. ജെസ്സി ഇപ്പൊ പോലീസ് സ്റ്റേഷന് പുറത്ത് നമ്മുടെ കേറ്റിനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നേരെ വീട്ടിലേക്ക് പോവാണ്. അടുത്ത ദിവസം തന്നെ ബുൾഡോസറും JCB ഒക്കെ കൊണ്ടുവന്നിട്ട് ആ കത്തിക്കരിഞ്ഞ ഫാം മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റിയിടിപ്പിക്കുന്നുണ്ട് നമ്മുടെ കേറ്റ്. അതിനുശേഷം അതൊന്ന് പുതുക്കി പണിയാനായിട്ട് അവൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഫാമിങ്ങും കാര്യങ്ങളാക്കിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം നമ്മുടെ ക്ലെയർ എന്ന് പറയുന്ന കുരിപ്പ് പെണ്ണിന്റെ മെസ്സേജ് ഇവർക്ക് വരുന്നുണ്ട്. അന്ന് രാത്രി ആയപ്പോഴേക്കും മകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കരഞ്ഞു കുളിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ കേറ്റിനെ കാണാനായിട്ട് വീട്ടിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സീനും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവളൊന്നും വീട്ടിൽ കയറ്റാൻ പാടില്ല അല്ലേ, അമ്മാതിരി കുരിപ്പ് സാധനം. ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമ ഒരു മെസ്സേജ് ആണ് രണ്ടു കൂട്ടർക്കും. അതായത് മക്കളെ നോക്കുന്ന പേരൻസിനും അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഒരു സ്വഭാവമുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന, അത് കള്ളായിക്കോട്ടെ കഞ്ചാവായിക്കോട്ടെ അതുപോലെ തന്നെ സിഗരറ്റ് ആയിക്കോട്ടെ യൂസ് ചെയ്യുന്ന മക്കൾക്കും കാണാൻ പറ്റിയ പടമാണ്. അവരുടെ ജീവിതം കോഞ്ഞാട്ടാവുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നുണ്ട് ഈ ഒരു സിനിമ. അതുപോലെ തന്നെ മക്കളെ ഒരു അതിര് വിട്ടിട്ട് ഇങ്ങനെ കൊഞ്ചിക്കാനും അതുപോലെ തന്നെ സ്നേഹിക്കാനും നിൽക്കരുത്. ഒരു അതിർവരമ്പ് അല്ലെങ്കിൽ നല്ല രീതിയിൽ വളർത്താനായിട്ട് നോക്കുക. അടിച്ച് വളർത്തണം, അടിച്ച് വളർത്തന്നെ വേണം. ഈ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ അത്രയും ഒരു പാവപ്പെട്ട ഒരു അമ്മയുടെ അവസ്ഥ, അതായത് മകൾ അമ്മയെ തല്ലുന്നു, മകള് കാരണം ഒരാളുടെ ബോഡി അതായത് ശവശരീരം വരെ കൊണ്ടുപോയിട്ട് കളയേണ്ട അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും ഈ അമ്മ തന്നെ സോൾവ് ചെയ്തിട്ട് ലാസ്റ്റ് വലിഞ്ഞു കയറി വരുന്ന ഒരു മോള്. ആ ഒരു സീനിലാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. പിന്നീട് എന്താ ഉണ്ടായതൊന്നും കാണിക്കുന്നില്ല. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ലാസ്റ്റ് ആ കുറച്ച് സീൻസിൽ നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ഈ ഒരു മകൾക്ക് ഇട്ടിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചും കൂടി ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടിയേനെ. ഈ സിനിമ എന്തായാലും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു പടം കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള ഡ്രഗ്സും നിങ്ങൾ യൂസ് ചെയ്യരുത്. ചിലരുടെ വിചാരം ഈ കള്ളും അല്ലെങ്കിൽ മറ്റുള്ള ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് എന്തോ വലിയ സംഭവമാണെന്നാ. ഭീരുക്കളാണ്, പൊട്ടന്മാരും പൊട്ടത്തികളുമാണ് അതൊക്കെ യൂസ് ചെയ്യുക. ഒരു കാരണവശാലും അത് കൈകൊണ്ട് തൊടരുതെന്ന് എല്ലാവരും ഒരു ദൃഢപ്രതിജ്ഞ കൂടി എടുക്കണം.